നമ്മുടെ ഏറ്റവും വലിയ ആശയ പ്രചരണമാണ് ബാങ്ക്. അത് ഉറക്കെ വിളിക്കുകയാണ്. അവിടെ ആരോടും വിവേചനമില്ല, എല്ലാരെയും വിളിക്കുകയാണ്. അയ്യായിരം സ്ഥലത്ത് വിളിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ വിളിക്കലല്ല, എല്ലാരെയും വിളിക്കുകയാണ്. വന്നാലും വന്നില്ലെങ്കിൽ വിളിക്കൽ നിർത്തൂല, അത് 5 നേരവും വിളിക്കണം. അപ്പൊ നമ്മൾ പ്രവർത്തിച്ച് മടുക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവാണത്. ദിവസം 5 നേരം വിളിച്ചിട്ടും അയാൾ വന്നില്ലല്ലോ, അത് നോക്കണ്ട, 5 നേരം വിളിക്കാൻ അത് നിർത്തില്ല. പ്രവർത്തിച്ച് മടുക്കാൻ പാടില്ല. എത്ര പ്രവർത്തിച്ചിട്ട് ആളുകൾ വന്നാലും വന്നില്ലെങ്കിലും പ്രവർത്തനമായി നടന്നുകൊണ്ടേയിരിക്കണം. 5 നേരം വിളിക്കണം. 5 പ്രാവശ്യം നിസ്കാരം പഠിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ എല്ലാം സമയം ക്രമീകരിക്കണം എന്നത് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ നോക്കൂ, സമയം ഒക്കെ ക്രമീകരിച്ച് ചെയ്യാൻ മനുഷ്യൻ പഠിക്കും. അത് തന്നെ രാവിലെ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ച സമയം വരെ ഒഴിവാണ്. കാരണം മനുഷ്യന്മാർക്ക് ജോലിക്ക് പോകേണ്ട സമയമാണ്. അപ്പൊ ആ സമയത്ത് ഫർളായ നിസ്കാരങ്ങളൊന്നും ഇല്ല. സുബ്ഹി നിസ്കരിച്ച് അവനവന്റെ ജോലിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഉച്ചവരെ ജോലിയെടുത്ത് ഏകദേശം ഒരു 6-7 മണിക്കൂർ ജോലിയെടുത്ത് അല്ലെങ്കിൽ 5-8 മണിക്കൂർ ജോലിയെടുത്തതിന് ശേഷം മാത്രമേ അവന് നിസ്കാരം നിർബന്ധം ഉള്ളൂ. അതുകൊണ്ട് അവന്റെ തൊഴിലിന് ഒരു കേടും വരാത്ത രൂപത്തിലാണ് നിസ്കാരത്തിന്റെ ക്രമീകരണം. അത് കഴിഞ്ഞാൽ പിന്നെ അസ്ർ നിസ്കാരം, പിന്നെ മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം ക്രമീകരിച്ചുകൊണ്ടുള്ള ജീവിതം. അവിടെ എല്ലാം അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയുന്നതിനാൽ അവന് മനസ്സിന് ഏറ്റവും വലിയ സമാധാനവും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം എന്ന ആഗ്രഹവും വന്നതിനാൽ അവന് ഭൗതികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവന്റെ മനസ്സിൽ നിന്ന് നീങ്ങാനും നിസ്കാരം കാരണമാകുന്നു. മറ്റൊന്ന്, നിസ്കാരത്തിൽ തന്നെ എല്ലാ വിഷയവും ഞാൻ പറയുന്നത്, പ്രബോധനം. ഒരിക്കലും തീവ്രവാദിയും ഭീകരവാദിയും ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രബോധനം അദ്ദഅവത്തു താമ്മ, പരിപൂർണമായ പ്രബോധനം എന്ന് പറയുന്നത് ബാങ്കിനെ സംബന്ധിച്ചാണ്. ആ ബാങ്കിന്റെ വചനം നിങ്ങൾ നോക്കൂ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ഒരിക്കലും പ്രസിഡന്റ് വലിയവനാണ് എന്ന് ഒരു പള്ളിയിൽ നിന്നും വിളിച്ചു പറയുന്നില്ല. സെക്രട്ടറി വലിയവനാണ് എന്ന് വിളിച്ചു പറയുന്നില്ല. പള്ളിയിലെ മുസ്ലിയാർ വലിയ ആളാണെന്ന് വിളിച്ചു പറയുന്നില്ല. വിളിച്ചു പറയുന്നത് ലോകത്ത് ഒരു ഹൈന്ദവനും ഒരു ക്രൈസ്തവനും ഒരു മതക്കാരനും ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഏറ്റവും താഴ്മയുടെ വിനയത്തിന്റെ വാചകം ഞങ്ങളാരും വലിയ ആളാണ് എന്നല്ല, ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അള്ളാഹു വലിയവനാണ്, ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്ത വാചകം ഉറക്കെ വിളിച്ചു പറയുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. പിന്നെ വിളിച്ചു പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല. ഇശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹരില്ലെന്ന് നീ പ്രഖ്യാപിക്കണം, നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം എന്ന്. അപ്പൊ നീ ആരാ എന്നോടത് പറയാൻ എന്നൊരു ചോദ്യം വേറൊരുത്തർ ചോദിക്കാൻ ഒരു വകുപ്പ് അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വകുപ്പ് വേണ്ട. അതുകൊണ്ട് അശ്ഹദു എന്നാണ്, നീ പ്രഖ്യാപിക്കണമെന്നല്ല, ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അതിനാർക്കും വെറുപ്പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പ്രഖ്യാപിക്കുന്നതിന് അതെന്റെ സ്വാതന്ത്ര്യമില്ലേ. ഞാനത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അതേസമയത്ത് എല്ലാവർക്കും ചിന്തിക്കാം, ഞാൻ ആ പ്രഖ്യാപിക്കുന്നത് തന്നെയല്ലേ ശരി. ഈ ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന ലോകസത്താവായ അല്ലാഹു അവൻ തന്നെയല്ലേ ആരാധനക്ക് അർഹൻ. ആർക്കും ചിന്തിക്കാം, ആരെയും നിർബന്ധിക്കുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തതോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കേൾക്കും എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സാധാരണ നേതാവല്ല. സാധാരണ നേതാവിന്റെയോ സാധാരണ വ്യക്തികളുടെയോ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും പറയേണ്ടതില്ല. അതേസമയത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വ്യക്തിയല്ല, സാധാരണ നേതാവല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പേര് ആര് പറയുന്നുണ്ടോ, എവിടുന്ന് അവിടുത്തെ പേര് കേൾക്കുന്നുണ്ടോ, എവിടുന്ന് അവിടുത്തെ പേര് ഓർമ്മ വരുന്നുണ്ടോ, അപ്പോഴെല്ലാം ഈമാനുള്ള മനുഷ്യൻ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് ആശംസ പറയാതെ അവിടുത്തെ പേര് കേൾക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ വെറുതെ ഇരിക്കൂല. ഇരിക്കട്ടെ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞേച്ച അവന്റെ ദൂതരാണ് എന്ന് നീ പ്രഖ്യാപിക്കണം എന്നല്ല,
മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനല്ല, നമ്മളെപ്പോലത്തെ ഒരു വ്യക്തിയല്ല, അല്ലാഹു തആല പറഞ്ഞേച്ച ആളാണെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അടുത്തതാണ് എല്ലാരെയും ക്ഷണിക്കുകയാണ്, വിവേചനമൊന്നുമില്ല. ഹയ്യാല സലാ, നിസ്കാരത്തിലേക്ക് വരൂ, ക്ഷണിക്കാനിട്ട് ആരും വരാതിരിക്കണ്ട. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന എന്തെങ്കിലും കിട്ടാനല്ല, നിങ്ങൾക്ക് വിജയം കിട്ടാനാണ്. ഹയ്യാലൽ ഫലാഹ്. പക്ഷേ അത് വിളിച്ചു പറയുമ്പോ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഹയ്യാല സലാം 2 പ്രാവശ്യം പറഞ്ഞാൽ, ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം ഹയ്യാലൽ ഫലാഹ്. കാരണം ഈ വിളിക്കുന്ന ഞാനുണ്ടല്ലോ, ഞാനൊരു ദീനീ പ്രബോധകനാണ്, ദീനീ പ്രവർത്തകനാണ്, പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. ഇവിടെ എടുത്തും വലത്തൊന്നുമില്ല, ഇവിടെ എടുത്തും വലത്തൊക്കെ സമാണ്. എടുത്തുള്ളവരെയും വിളിക്കും 2 പ്രാവശ്യം, വലത്തുള്ളവരെയും വിളിക്കും 2 പ്രാവശ്യം. ഇവിടെ എല്ലാവർക്കും തുല്യാവകാശമാണ്. നിങ്ങൾക്കത് പറഞ്ഞ മനസ്സിലാവും. ഞങ്ങളുടെ നാട്ടിൽ എടുത്തും വലത്തുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷമാണ്. അപ്പോ ഈ എടുത്തും വലത്തൊന്നുമില്ല, എല്ലാരെയും വിളിക്കുകയാണ്. ഹയ്യാല സ്വലാഹ്, ഹയ്യാല സ്വലാഹ് 2 തവണ, ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ് അവിടെയും 2 തവണ. അത് തന്നെയും വിളിക്കുമ്പോ പങ്കെടുക്കുന്ന ആള് മുഖം മാത്രമേ തിരിക്കാൻ പാടുള്ളൂ, നെഞ്ഞ് തിരിക്കാൻ പാടില്ല. നെഞ്ഞ് ഖിബിലക്ക് തന്നെ, എന്റെ മുഖം മാത്രമേ ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുള്ളൂ. നെഞ്ഞെപ്പോഴും അല്ലാഹുവിലേക്ക് തന്നെ, അഥവാ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് തന്നെ, കഅബത്തിലേക്ക് തന്നെ. അങ്ങനെ വലത്തും ഇടത്തും തിരിഞ്ഞു നോക്കി. ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്. അടുത്ത വാചകം എന്താണ്? നിങ്ങളാര് വന്നാലും വന്നില്ലെങ്കിലും ഇവിടെ അള്ളാഹ്ക്കൊരു മാറ്റവും ഇല്ല കേട്ടോ, അള്ളാഹ്ക്കൊരു കുറവില്ല കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ള വലിയവൻ തന്നെ. നിങ്ങൾ വന്നാലും ഞാൻ വിളിച്ചാലും ഞാൻ വിളിച്ചില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും അള്ള വലിയവൻ തന്നെ, അതിനൊരു മാറ്റവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പ്രഖ്യാപിച്ചാലും നിങ്ങൾ പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവൻ മാത്രമേ ഇബാദത്തിന് അർഹനുള്ളൂ. എത്ര സുന്ദരമായ പ്രബോധനം, ആരെയും പ്രകോപിപ്പിക്കാത്ത പ്രബോധനം. അവിടെ നിങ്ങോട്ട് നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ നോക്കൂ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു നേതാവ്, ആ നേതാവിന്റെ പിന്നിൽ അണിനിരക്കുകയാണ് മറ്റുള്ളവർ. അവിടെ ആ അണിനിരക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ സമത്വം, ഒരു വിവേചനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അതേ, വലിയ പൊന്ന് കച്ചവടക്കാരനുണ്ട്, വലിയ വലിയ സ്വർണ്ണക്കടകൾ നടത്തുന്ന സ്വർണ്ണ കച്ചവടക്കാരനുണ്ട്, വെള്ളിക്കച്ചവടക്കാരനുണ്ട്, തുണിക്കച്ചവടക്കാരനുണ്ട്, മരക്കച്ചവടക്കാരനുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഉണക്കുമീൻ കച്ചവടക്കാരൻ ഉണ്ട്. എല്ലാ കച്ചവടക്കാരും ഉണ്ട്. പള്ളിയിൽ എല്ലാവരും ഒരുപോലെ. പൊന്നച്ചവടക്കാരൻ 1ാം സഫിൽ, വെള്ളിക്കച്ചവടക്കാരൻ 2ാം സഫിൽ, തുണിക്കച്ചവടക്കാരൻ 3ാം സഫിൽ, മീൻ കച്ചവടക്കാരൻ ലാസ്റ്റ് സഫിൽ. അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെ. എല്ലാ കച്ചവടക്കാരും, ഏത് മുതലാളിയും ഏത് തൊഴിലാളിയും ഏത് രാജാവും ഏത് പ്രജയും ഏത് പണ്ഡിതനും ഏത് പാമരനും ഏത് പണക്കാരനും ഏത് പാവപ്പെട്ടവനും ഏത് മനുഷ്യനും ദുർബലനാകട്ടെ ശക്തനാകട്ടെ പ്രബലനാകട്ടെ എല്ലാവരും പടച്ചവന്റെ വീട്ടിൽ ഒരുപോലെയാണ്. എല്ലാവരും വന്ന് നിൽക്കുന്നതെങ്ങനെ? തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല. അവൻ എന്റെ അടുക്ക പറ്റൂല അങ്ങനെയില്ല. ഏത് മനുഷ്യരും ഒരു നേതൃത്വത്തിൽ കീഴിൽ തോളോട് തോളുരുമ്മി നിൽക്കുന്നു, തോളോട് തോളുരുമ്മി നിൽക്കുന്നു. യാതൊരു വിവേചനവും ഇല്ല. ശരിക്ക് തോളോട് തോളുരുമ്മി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും പ്രഖ്യാപിക്കുന്നു, അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. അതും നാവ് കൊണ്ട് പറയുമ്പോൾ തന്നെ ശരീരം കൊണ്ടും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയാണല്ലോ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ പറയേണ്ടത് എങ്ങനെ? അല്ലാഹു അക്ബർ പറയേണ്ടത് എങ്ങനെ? അല്ലാഹു അക്ബർ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ കൈ ഉയർത്താനും തുടങ്ങണം. അല്ലാഹു അക്ബർ പറഞ്ഞു തീരുമ്പോഴേക്ക് കൈ ഉയർത്തി തീരണം. ശരിക്കും മനസ്സിലാക്കണം. പലരും അങ്ങനെയല്ല ചെയ്യാറ്.
അല്ലാഹു അക്ബർ കൈ ഉയർത്തി തീരുമ്പോഴേക്ക് അക്ബറും പറഞ്ഞു തീരണം. അത് തന്നെ ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എവിടം വരെ ഉയർത്തണം? കൈപ്പടം ചുമലിന്റെ നേരെ. നമ്മുടെ തള്ളവിരലിൽ, ഇവിടെ എന്താ പറയാ, തള്ളവിരൽ അപ്പം വിരൽ എന്താ പറയാ, തള്ളവിരൽ. തള്ളാന്നും അപ്പന്നൊക്കെ പറഞ്ഞാൽ ഒരേ മയന തന്നെയാണ്. ഈ കൂട്ടത്തിൽ അപ്പം മൂപ്പര് തന്നെയാണ്, അച്ഛൻ തള്ള മൂപ്പര് തന്നെയാണ്, ബാക്കിയൊക്കെ മക്കളാണ്. ഇരിക്കട്ടെ, തള്ളവിരലിൽ കാതിന്റെ ചുവടെ, കൈപ്പടം ചുമലിന്റെ നേരെ, ബാക്കിയുള്ള വിരലുകൾ കാതിന്റെ മേലേക്ക് വരും. ആ രൂപത്തിൽ അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കൈ താഴ്ത്തി വെക്കേണ്ടത്. താഴ്ത്തി വെക്കുമ്പോൾ വെക്കേണ്ടത് പൊക്കിളിന്റെ മേലെ നെഞ്ചിന്റെ ചുവടെ. ശാഫിഈ മദ്ഹബുകാര്, ഹനഫി മദ്ഹബുകാർ പൊക്കിളിന്റെയും ചുവടെ, വേറെ ചില മദ്ഹബിൽ തീരെ താഴ്ത്തിയിടുക. ഇങ്ങനെ 3 രൂപത്തിൽ മാത്രമേ കൈവെക്കാൻ ഇസ്ലാമിൽ നിയമമുള്ളൂ. 4ാമത്തൊരു നിയമം ഇസ്ലാമിലില്ല. വിവരമില്ലാത്ത ചിലർ എന്തെല്ലാമോ കളിക്കുന്നുണ്ട്. നിസ്കരിക്കുമ്പോ ചിലർ ഭാരി പിടിക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ ഭാരി പിടിക്കുന്നവരുണ്ട്. ചിലർ സുബ്ഹാനല്ലാഹ് കൈവെക്കാൻ മടിയുള്ളവരുണ്ട്. ചിലർ പൊക്കിയെ കൂടി പോകുന്നവരുണ്ട്. അങ്ങനെ ഒന്നുമല്ല കൈവെക്കേണ്ടത്. കൈവെക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ് ചില ആളുകൾ കൈവെക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച മാതിരി, ഡേഞ്ചർ, അപകടം, തൊടാൻ പാടില്ല, തുടരാൻ പാടില്ല, ഇങ്ങനെ വെക്കുന്നവനെ തുടരാൻ പാടില്ല എന്ന നിലക്ക് അപകട സൂചനയായി കൈവെക്കുന്നവർ ഉണ്ട്. വെക്കേണ്ടത് എങ്ങനെയാണ്? ശാഫിഈ മദ്ഹബുകാർ വെക്കേണ്ടത് പൊക്കിളിന്റെ മേലെ നെഞ്ചിന്റെ ചുവടെ. അത് തന്നെ എവിടെയാ കൈ പിടിക്കേണ്ടത്? ഇടത്തെ കൈയിന്റെ മണിക്കണ്ണം വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന വിധത്തിൽ, അതേ അങ്ങനെയാണ് പിടിക്കേണ്ടത്. അത് 3 വിരല് ഈ തണ്ടം കൈയിന്റെ മേലേക്കും 2 വിരല് 2 സൈഡിലേക്കുമാക്കി അങ്ങനെ പിടിക്കാം. അല്ലെങ്കിൽ അതാ 4 വിരല് ഒരു ഭാഗത്തേക്കും 1 വിരല് മറ്റൊരു ഭാഗത്തേക്കുമാക്കി അങ്ങനെയും പിടിക്കാം. അങ്ങനെയാണ് കൈവെക്കേണ്ടത്. അങ്ങനെ കൈവച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. കടന്നാൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അറിയുന്നവർ വജ്ജഹ്തു ഓതണം. അല്ലെങ്കിൽ ആ സമയത്ത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റോ മറ്റെന്തെങ്കിലും ദിക്റോ ചൊല്ലണം. ഇരിക്കട്ടെ, അത് പുണ്യമാണ്. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് സുന്നത്താണ്. അതൊക്കെ പറയാൻ ഇപ്പൊ സമയം പോരാ. പിന്നീട് അതാ തക്ബീറിന് ശേഷം അവൻ ചെയ്യുന്ന കാര്യം പടച്ചവനോട് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നിട്ട് ബിസ്മി ഓതിയിട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ എന്ന വാക്ക് തന്നെ പ്രാരംഭം, തുടക്കം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. നിസ്കാരം തുടങ്ങുന്നതും ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് തന്നെയാണ്. ഏത് കാര്യം തുടങ്ങുമ്പോഴും ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എന്തും തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്താണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പഴയ കാലത്തുള്ള പണ്ഡിതന്മാർ ദുആ നടത്തുമ്പോൾ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാമെന്ന് പറയും. കാരണം അബ്ശിർ ബിനൂറൈനി ഉതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക ഫാത്തിഹത്തുൽ കിതാബി വഖവാതിമു സൂറത്തുൽ ബഖറ ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. സൂറത്തുൽ ഫാത്തിഹയിൽ 2 അക്ഷരമെങ്കിലും ഓതിയിട്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി